ചേട്ടനില്ലേ? നമസ്കാരം. നമസ്കാരം. എനിക്ക് മനസ്സിലായില്ലോ. ഞാൻ കൈരളി ടി വിന്ന് വരികയാണ്. ഹരി. എൻ്റെ പേര് ഹരി എന്നാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? എന്നൊന്ന് കാണാമെന്ന് ചോദിച്ചിറങ്ങിയതാണ്. ഓ, സന്തോഷം. ഇന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. ഇന്ന് ഒരു ഡബിങ് ഉണ്ട് ഉച്ച കഴിഞ്ഞ്. നമ്മുടെ ബാവയുടെ. പിന്നെ ആരോഗ്യമൊക്കെ? ആരോഗ്യം അങ്ങനെ അതിനെപ്പറ്റി അത് ചിന്തിക്കാറില്ല. ആരോഗ്യം മോശമാണ്. പ്രായത്തിൻ്റെ ഉണ്ടാവുമല്ലോ. അതെ. ശരിക്കും ചേട്ടൻ ഈ സിനിമാ രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി ഇപ്പോൾ? 52-ലാണ്. 52. അതെ അതെ. ഓയ്യോ. ഏകദേശം കൃഷിയുടെ ശരിയോ തെറ്റോ എന്ന പടത്തിനാ ആദ്യം വന്നത്. പാടാനാണോ? അതെ അതെ. ഈ ചേട്ടൻ പാടുമെന്നുള്ള കാര്യം സത്യത്തിൽ 3-4 പടത്തിൽ പാടിയിട്ടുണ്ട്. അതെ. പക്ഷെ പാട്ട് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. പിന്നെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ഉണ്ടായിരുന്നു, കൊണ്ട് പാടുമായിരുന്നു. അങ്ങനെ അങ്ങ് പാടി. അത്ര തന്നെ. സിനിമയിലും പാടി. അതെ. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് പാടിച്ചത്. സോളോ സോങ് ആയിരുന്നു അത്? സോളോയും ഉണ്ട്, ഡ്യൂറ്റും ഉണ്ട്. ലീലയും ഞാനും കൂടെ പാടിയത്. അതിന് മുമ്പ് പിന്നെ ചേട്ടൻ വർക്ക് ചെയ്യായിരുന്നു എവിടെയെങ്കിലും? അതിന് മുമ്പ് 42-ൽ ആർമിയിൽ പോയി. വാർ ടൈമിൽ, സെക്കൻഡ് വേൾഡ് വാർ. അതൊരു 7 വർഷം സെർവ് ചെയ്തു. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നെ പട്ടാളത്തിൽ ആളിനെ ആവശ്യമില്ലാതായി. തിരിച്ചു വിട്ടുവെങ്കിൽ പോകുന്നു. ഗാന്ധിജിയുടെ പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ സംസാരം കേട്ടിട്ടുണ്ട്. അങ്ങനെ മരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കെട്ടായിലാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കെട്ടായിലാണ്. അന്നത്തെ ബഹളങ്ങളും ഹിന്ദു മുസ്ലിം മ്യൂട്ടണിയും ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചേട്ടൻ ഈ കുട്ടിക്കാലം മുതലേ കലയിൽ താല്പര്യം ഉണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നാടകത്തിലും സംഗീതത്തിലും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂൾ തലം മുതലേ ഉണ്ട്. സ്കൂളിൽ നാടകങ്ങളൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു പ്രാന്തിൻ്റെ പേരിലാണ് പട്ടാളത്തിലും പോയത്. അല്ല, ഈ പിന്നെ പട്ടാള ജീവിതത്തിൽ ഈ കലയ്ക്ക് വലിയ സ്ഥാനമുണ്ടോ ഈ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. അതെ. പക്ഷെ പട്ടാളത്തിൽ പോയി കലയിൽ നിന്നും കൊണ്ട് മുന്നേറാന്നുള്ള ഉദ്ദേശത്തിലല്ല. മനസ്സിലായോ? കല പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ കുറെ കുറവായിരുന്നു. അന്നത്തെ ചുറ്റുപാടല്ല. അപ്പം അതിൽ നിന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഈ പട്ടാളത്തിൽ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിന് നല്ല സ്ഥാനം അവിടെ. അതെ. സംഗീതത്തിനും ഈ ഡ്രാമയ്ക്കൊക്കെ നല്ല പ്രോത്സാഹനമുണ്ട്. അവിടുത്തെ പ്രോഗ്രാംസിലൊക്കെ? ഓ ഷുവർ. അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മലയാളികളൊക്കെ സംഘടിപ്പിച്ച് മലയാളത്തിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ 7 വർഷം കഴിഞ്ഞ് മിലിറ്ററി സർവീസിൽ 7 വർഷം വെച്ചാൽ യുദ്ധം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടാളക്കാരൊക്കെ അധികം പറ്റായി. പിരിഞ്ഞു പോകാവുന്നവർക്ക് പോകാം എന്നുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടായി. അങ്ങനെ ഒന്ന് ഭംഗി പോന്നു. പിന്നീടാണ് സിനിമയിലേക്ക് കയറുന്നത് അല്ലേ? ഇവിടെ വന്ന് എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. ഒരു തേയില കച്ചവടം കോട്ടയത്തെ. അതായിരുന്നു ആദ്യം തുടങ്ങിയത്. ആ സമയത്താണ് ഇങ്ങനെ സിനിമയിൽ പാടാനുള്ള അവസരം ഉണ്ടായത്. തിക്കുറിശ്ശൻ്റെ പടത്തിൽ. അങ്ങനെ മദ്രാസിൽ പോയി പടത്തിൽ പാടി. 3-4 പടത്തിൽ പാടി. ഈ പടത്തിലെല്ലാം അഭിനയിക്കുകയും ചെയ്തു, ചെറിയ ചെറിയ ക്യാരക്ടർ. അന്നേരം പോലെ ഇപ്പം ബേസിക്കായിട്ട് സംഗീതം പഠിക്കാവുന്നതുകൊണ്ട് സംഗീതം നിലനിൽപ്പില്ലാതായി. സംഗീതം പഠിച്ചിട്ടില്ല. അതിൻ്റെ സാപ്പാസ അറിയാം അങ്ങനെ സംഗീതം. അതെ. ഈ മൂക്കില്ല രാജ്യത്ത് മുറിവൊക്കെ ആയാവുന്ന രീതിയിൽ അങ്ങ് പാടി. എന്തോ ഭാഗ്യത്തിന് ശ്രുതിയും താളവും ഒക്കെ ഒത്തിരുന്നു. അത്ര തന്നെ. ഇന്നിപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല കേട്ടോ. ചേട്ടന് പിന്നെ ഇപ്പം എറണാകുളത്ത് താമസമാക്കിയിട്ട് എത്ര? 28-30 ആയി. നാട് കോട്ടയമല്ലേ? കോട്ടയം. ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കോട്ടയം. എറണാകുളത്തേക്ക് വന്ന് സിനിമയ്ക്ക് വന്നതിന് ശേഷമാണല്ലോ? അതെ അതെ. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഇതുകൊണ്ടാണോ ഈ? അല്ല, എറണാകുളത്ത് ബിസിനസ്സിന് താല്പര്യത്തിൽ വന്ന. ഈ കോട്ടയത്ത് പിന്നെ തേയിലക്കട കഴിഞ്ഞ് പിന്നെ റെഡിമെയ്ഡിൻ്റെ തയ്യലൊക്കെ തുടങ്ങി. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഡ്രൈ ക്ലീനിങ് എന്നൊരു പരിപാടി തുടങ്ങി. അപ്പോൾ അതിന് കോട്ടയത്തേക്കാൾ കൂടുതൽ സ്കോപ്പ് എറണാകുളത്താണ് കേട്ടു. അങ്ങനെ എറണാകുളത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ എറണാകുളത്ത് വന്നത്. പിന്നെ ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഏതാ കിട്ടുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യും. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, മലയാള സിനിമയിൽ ആ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത്
അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡയലോഗ്സ് പറയുന്നത് ചേട്ടനായിരുന്നു? ആ എന്നാലും പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്ക് തുടങ്ങി വെച്ച് ഞാനാണെന്നാ പറയുന്നത്. എനിക്കറിയാൻ പറ്റില്ല. അല്ല, ഞാനും പഴയ സിനിമകൾ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് പക്ഷേ പല ഡയറക്ടർമാർക്കും അതിന് എതിരായിരുന്നു. കാരണം അവർ പറഞ്ഞ് ഈ തിയേറ്റർ BNC തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായതല്ലോ, കിട്ടില്ല അല്ലേ, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയാം. അത് ശരിക്കും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് അങ്ങനെയുണ്ട് പലതും. അപ്പം ഞാൻ ഉദാഹരണത്തിന് ഡയറക്ടറോട് പറഞ്ഞു, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ പോടാ അവിടെ നിന്ന്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, ഈ രണ്ടും ഒരേ ആക്ഷനാണ്, ഈ രണ്ടും ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു. അത് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ ഉള്ളു ഈ കാര്യം. അങ്ങനെയാണ് പറഞ്ഞോളാം പറഞ്ഞത്. അങ്ങനെ കുറേശ്ശെ അനുഭവിച്ച് പിന്നെ സ്വന്തമായിട്ടൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഡയറക്ടർ റൈറ്റർ എഴുതി തരും, എന്നോട് പറയും സാറ് മലയാളം ഇംഗ്ലീഷിലാക്കിക്കൊള്ളാൻ പറയും, ഞാൻ ഇംഗ്ലീഷിലാക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചേട്ടൻ അഭിനയിച്ചു തുടങ്ങിയത് നസീർ സാറിൻ്റെയും സത്യമാഷിൻ്റെയും ഒക്കെ കൂടെ തന്നെയാണല്ലോ. അപ്പോൾ അവരോടൊപ്പം ഉള്ളൊരു അനുഭവം എന്തെങ്കിലും? വളരെ കോർഡിയലായിരുന്നു, വളരെ അമിക്കബിളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. മിക്കവാറും ഈ താമസമൊക്കെ അന്നത്തെ കാലത്ത് ഒരേ ലോഡ്ജിലൊക്കെ മദ്രാസിലൊക്കെ ആകുമ്പോഴേ ഈ സ്വാമീസ് ലോഡ്ജാണ് മിക്കവാറും എല്ലാവരും താമസിച്ചത്. അപ്പം പിന്നെ വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്ഥലത്തിലെ കൂടുന്നത്, ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക, ഭക്ഷണം കഴിക്കുക, തമാശ പറയുക ഒക്കെ ആകുമ്പം കൂടുതലൊരു അടുപ്പത്തിനൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ രീതി അതല്ലല്ലോ, ഒരാൾ ഓരോ ഹോട്ടലിലാണെങ്കിൽ ഒരാൾ വേറൊരു ഹോട്ടലിൽ. രണ്ട് കാലഘട്ടം തമ്മിൽ ശരിക്കും ചേട്ടനൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്, ധാരാളം വ്യത്യാസമുണ്ട്. എങ്ങനെയാണത്? അത് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ, പഴയ കാലത്ത് ഈ പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റിന് കോൾ ഷീറ്റ് കൊടുക്കുക. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ജോസ് പ്രകാശ്, നിങ്ങൾക്ക് ഈ മാസം 10 മുതൽ 18 വരെ ഒന്ന് നോട്ട് ചെയ്യണം, ഡേറ്റ് കേട്ടോ. പിന്നെ അടുത്ത മാസം 2-ാം തീയതി വരെ 12-ാം തീയതി വരെ അതൊക്കെ നോട്ട് ചെയ്യണം. ശരി സാർ, നോട്ട് ചെയ്തോളാം. ഇന്ന് നേരെ മറിച്ച അല്ല, എപ്പോഴാണ് നമുക്ക് ഷൂട്ടിങ് വെക്കുന്നത്? അത് ഞാൻ നോക്കട്ടെ ഡയറി, ഈ മാസത്തിലൊരു അതെ ഇതിനകത്ത് 3 ദിവസമുണ്ട്, അതൊന്ന് സാർ നോട്ട് ചെയ്തു. അടുത്ത മാസത്തിൽ ഇല്ല, കോൾഷീറ്റില്ല. അടുത്ത മാസത്തിൽ കംപ്ലീറ്റ് ബുക്കിടാം. പിന്നെ അതിൻ്റെ അടുത്ത മാസത്തിൽ ഒരു 5 ദിവസം കിടപ്പുണ്ട്, അത് വേണേൽ ഇപ്പോഴേ എഴുതി വെച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, ചുരുക്കി പറഞ്ഞു അല്ലേ? വേറെ കുറേ മനസ്സിലായില്ലേ? അന്ന് പ്രൊഡ്യൂസർ കോൾ ഷീറ്റ് അങ്ങോട്ട് കൊടുക്കുക, ഇന്ന് ആർട്ടിസ്റ്റ് കോൾ ഷീറ്റ് ഇങ്ങോട്ട് കൊടുക്കുക. ആ വ്യത്യാസമുണ്ട്, അതൊരു വലിയ വ്യത്യാസമല്ല. അതെ, വളരെ വ്യത്യാസമാണ്. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യുന്നൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലായിരിക്കും? അവർക്ക് കുറച്ച് ഈസിയാണ് എന്ന് പറയാം. നാടകത്തിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മിക്കവാറും നാടകത്തിൻ്റെ ഡയലോഗ് കാണാപ്പാടും പഠിക്കണമല്ലോ, ഇതിലൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു എളുപ്പം തന്നെയാണ്. പക്ഷേ അതല്ലല്ലോ ഇന്നത്തെ സ്ഥിതി. ഇന്നിപ്പോൾ ഒരു മൂളലും മുക്കലും ആണെങ്കിൽ പോലും അത് പ്രോം ചെയ്യാൻ ആളുണ്ട്. അതുപോലെ ഡബിങ്ങിന് വളരെ ഈസിയാണ്, പഞ്ച് ചെയ്തെടുക്കാം, പഞ്ച് ചെയ്തെടുക്കാം. നേരെ മറിച്ച് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ 1-2 പേജ് ഡയലോഗ് കാണപ്പെടുന്ന. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് തലേദിവസം തരും കേട്ടോ, ഡയലോഗ് നേരത്തെ തരും. 2 ദിവസം മുമ്പേ തന്ന് നല്ല കാണപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പഠിച്ച് ഒരു ടേക്ക് പറയാനുള്ളത് വാശിയും. ഇപ്പോൾ നമ്മുടെ സീരിയസ് സെറ്റപ്പിലാണെങ്കിൽ അന്ന് രാവിലെയാണ് എഴുതുന്നത് സ്ക്രിപ്റ്റ്. അതിപ്പോൾ അവിടെ വന്നിരുന്നല്ലേ സീരിയസ് സെറ്റപ്പിൽ അടുത്ത സീൻ എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വണ്ടി പോയിട്ട് ഇപ്പോൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അല്ല, അതിൻ്റെ ആവശ്യമുള്ളൂ, അത്ര എളുപ്പമായി. ശരിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് പോകുന്ന ക്യാമറയ്ക്കും സൗണ്ടിനും ഒക്കെയാണ്. അവരത്രമാത്രമായി, ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ചെയ്തില്ലേ. പിന്നെ പഴയ സംവിധായകരും പുതിയ സംവിധായകരുമായിട്ട് ഈ 2 കാലഘട്ടത്തിലെയും സംവിധായകരോടൊപ്പം ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് വല്ലതും വ്യത്യാസങ്ങൾ കാണും. ഇവിടെ ലേറ്റസ്റ്റ് ടെക്നിക്കൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡയറക്ടർമാർ പഠിക്കണമല്ലോ. പണ്ട് ഇത്രയും ടെക്നിക്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അത്രമാത്രം ഒന്നും ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ ഡയറക്ടറുടെ കുറച്ച് നാൾ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചിലർ സെൽഫ് മെയ്ഡ് ഉണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യം മലയാളി എന്ന് പറഞ്ഞാൽ ഈസ് എ സെൽഫ് മെയ്ഡ് ഡയറക്ടർ, സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച്. പക്ഷേ മറ്റു പല ഡയറക്ടർമാരും മിടുമിടുക്കന്മാരുണ്ട് കേട്ടോ. ആദ്യകാലത്ത് നമ്മുടെ ഡയറക്ടർമാർ മിക്കവാറും തമിഴിൽ നിന്നായിരുന്നു. പിന്നെ പിൽക്കാലത്ത് മലയാളത്തിൽ ധാരാളം നല്ല ഡയറക്ടർമാരുണ്ടായി. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതാണ്? സ്നാപയോഹനാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്നതെന്ന് പറയാം. അതെന്താണ് അതിനോടൊരു അതൊരു ടിപ്പിക്കൽ കഥാപാത്രമായിരുന്നു. ഒരു ബിബ്ലിക്കൽ സബ്ജക്റ്റ് അല്ലേ, അതിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ വേറെ പല സോഷ്യൽ പടങ്ങളും വളരെ നല്ല നല്ല പെർഫോമൻസ് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം കാണാറുണ്ടായിരുന്നു? എല്ലാം കാണുക വെച്ചാൽ ഇപ്പോഴെല്ലാം കാണുന്നത്. ഇപ്പോഴും അതെങ്ങനെയാണ്? ടി വി ഉള്ളതുകൊണ്ട്. പണ്ടതില്ലല്ലോ. സിനിമ അഭിനയം മദ്രാസിലും സിനിമ ഇവിടെയും അല്ലേ. മലയാള പടം അവിടെ സമയത്ത് മദ്രാസിലായിരിക്കും. അവിടെ ചിലപ്പോൾ കാണാൻ ഒത്തിരി വരും. അന്ന് മിസ് ചെയ്ത പടങ്ങളൊക്കെ ഇപ്പം ഇന്ന് പലതും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ഗുണമുണ്ട് ടി വിക്കല്ലേ. അങ്ങനെ ഗുണമുണ്ട്. വൈഫ് മരിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലമായി. 7 വർഷം. ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. ശരി. പക്ഷേ 3 ദിവസമേ സഫർ ചെയ്തുള്ളൂ. ഒരു അറ്റാക്ക് പോലെ ഉണ്ടായതേ. 3ാമത്തെ അറ്റാക്കിന് പോയി, ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട്? ഇവിടെ ഇളയ മകന്, അവൻ്റെ വൈഫ്, 2 പിള്ളേർ, ഞാൻ. പുറത്ത് പോയിരിക്കുകയാണല്ലേ? ഒരു സ്കൂളിൽ പോയിരിക്കുക പിള്ളേർ. മൂത്തവൻ വേറെ താമസിക്കുന്നു. അവന് വേറൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ താമസിക്കുന്നു. അവനും വൈഫും 2 പിള്ളേരും. എൻ്റെ 6 മക്കൾക്കും 2 പിള്ളേരാണ്. ഓഹോ. എല്ലാം ഓരോ ആണ്, ഓരോ പെണ്ണുമാണ്. മറ്റവരൊക്കെ എവിടെയാണ് ഈ മക്കള് എല്ലാവരും? മൂത്തമള് കുട്ടിയില്ല, സ്കൂൾ കൂടെ ഇവിടെ ഷൂട്ട് ചെയ്ത്. അതെ, ഇവിടെ ഷൂട്ട് ചെയ്ത് അവിടെ അവരുടെ വീട്ടിലാണ് ചെയ്തത്. 2ാമത്തെ മകള് അവരിപ്പോൾ ഷാർജയിലാണ്. അവരുടെ ഹസ്ബൻഡ് അവിടെ ജോലിയാണ്, മകനും അവിടെയാണ്. 3ാമത്തെ മകള് ആലുവയിലുണ്ട്. പിന്നെ 2 ആൺപിള്ളേർ. ബാക്കി 2 പിള്ളേർ ഒരുത്തി ജർമ്മനിയിലുണ്ട്. ഓഹോ. അവർക്ക് അവിടെ ജോലിയാണ്. ഇവരൊക്കെ വരാറുണ്ടോ ഇടയ്ക്കൊക്കെ? അവർ വല്ലപ്പോഴും അവധി കിട്ടുമ്പോൾ 1 വർഷം 2 വർഷം കൂടി ഇരിക്കുമ്പോൾ വരും. ഇവിടെ ഉള്ള മക്കൾ 2 ബിസിനസ് ആണല്ലേ? അവർ 2 ബിസിനസ്, 2 ജൗളി റെഡിമെയ്ഡും ഒക്കെയാണ്. എറണാകുളത്ത് MG റോഡിൽ. ഓഹോ. വീട് നോക്ക് സിനിമയിലേക്ക് വരാം. സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ. കുഴപ്പമില്ല. ചേട്ടൻ നായക വേഷം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? നായകവേഷം ഈ സ്നാവയോന തന്നെ നായകവേഷം. വേറെ അങ്ങനെ നായകവേഷം ശാവമോഷം. അതൊക്കെ നായകവേഷമായിരുന്നു. അങ്ങനെ അവാർഡുകൾ അന്നത്തെ കാലത്ത് അവാർഡുകൾ ഇല്ലല്ലോ. ഞങ്ങളൊക്കെ സിനിമ അഭിനയിക്കുന്ന കാലത്ത് അവാർഡില്ലല്ലോ. അവാർഡൊക്കെ ഇപ്പോഴില്ല. അവാർഡില്ല, സൂപ്പർ സ്റ്റാർ ഇല്ല, മെഗാ സ്റ്റാർ ഇല്ല, ഒന്നും വന്നില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇന്നിപ്പോ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഈ അവാർഡും അതെ, പിന്നെ സ്റ്റാറിനും അതെ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ സ്റ്റാറല്ല, നക്ഷത്രമല്ല, വെറുതെ ആക്ടറാണ്. അന്നത്തെ കാലത്തൊരു സിനിമയൊക്കെ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ച് കഴിയുമ്പോഴത്തേക്കും എത്ര മുടക്കമുതൽ വരുന്നുണ്ട്? സാധാരണഗതിയിൽ 2.5-3 ലക്ഷം രൂപ ഒരു സിനിമ. അതെ, ഇപ്പോൾ സ്നാവയോനം തന്നെ ഞാൻ പറഞ്ഞല്ലേ 4-5 ലക്ഷം രൂപ ആയുള്ളൂ, പ്രിന്റ് പബ്ലിസിറ്റി അടക്കം. ഇന്നിപ്പോൾ അതുപോലെ പടക്കണേ 5-6-8 കോടി രൂപ ആവും തോന്നും, കളറും കൂടെ ആയിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പക്ഷെ അത്രയ്ക്ക് പണത്തിന് വാല്യൂ ഉണ്ടായിരുന്നു അർത്ഥം. ഇന്ന് വാല്യൂ ഇല്ല. പണത്തിന് വിലയില്ല. വിലയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ വല്ലാത്തൊരു ക്രൈസിസ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഈ ആർട്ടിസ്റ്റുകൾ റെമ്യൂണറേഷൻ വളരെ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ്റെ മാത്രമല്ല അതിൻ്റെ ക്രൈറ്റീരിയൻ. പ്രധാന സംഗതി ഈ ആശയദാരിദ്ര്യമാണ്. മനസ്സിലായോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പടങ്ങളുണ്ടായിരുന്നു, നല്ല നല്ല സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, സബ്ജക്റ്റ് വാല്യൂ ഉള്ള പടങ്ങളുണ്ടായിരുന്നു. ഇന്നതെല്ലാം കുറഞ്ഞിട്ട് സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 5-6 പേര് ഹോട്ടലിൽ മുഴുവെടുത്ത് ചുറ്റുപാട് ഇരുന്നിട്ട് ഒരു ഡിസ്കഷനിൽ കൂടി ഒരു കഥ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? അതിനുണ്ടാക്കിയാൽ അതിനകത്ത് എത്ര ഇടി വേണം, എത്ര പാട്ട് വേണം, എത്ര റൊമാൻസ് വേണം, ചപ്പ് വേണം, ചവറ് വേണം, ഇതൊക്കെ അല്ലാതെ മെയിൻ ട്രെൻഡ് ഓഫ് ദി സ്റ്റോറി വിസ്മരിക്കുക. ജീവിതമില്ല. ജീവിതമില്ല. ഇതൊക്കെ അതിനകത്തൊരു ലൈഫുണ്ട്, ജീവിതമുണ്ട്. അത് ഇന്നും അത് കണ്ടാൽ നല്ല രസമാണ് കാണാൻ. പല പടങ്ങളും. പിന്നെ സിനിമ നിർമ്മാണ രംഗത്തേക്ക് കടന്നു അല്ലേ? നിർമ്മാണ രംഗത്ത് ഞാനല്ല കടന്നത്, പിള്ളേർ. ശരി. അതാണ് കൂടെ ഇവിടെ ഉണ്ടാക്കിയ. അതിന് പേര് ഞാനിട്ടൊന്നേ ഉള്ളൂ, പ്രൊഡക്ഷൻ്റെ പേര് പ്രകാശ് മൂവി ടോൺ. മൂവി ടോൺ എന്നുള്ളതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അവിടെയൊക്കെ ഉണ്ടല്ലോ മൂവി ടോൺ. ഇവിടെ ആദ്യമായിട്ട് മൂവി ടോൺ നിന്ന് ഞാൻ പ്രകാശ് മൂവി ടോൺ. എനിക്ക് തോന്നുന്നത് ചേട്ടൻ മലയാള സിനിമയിലൊരു 3 തലമുറയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്. പിന്നെ മമ്മൂക്കയോടൊപ്പം ലാലേട്ടനോടൊപ്പം ഒക്കെ. പിന്നെ അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും. അതെ. ഇവരുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു കഴിവെന്ന് ചേട്ടൻ വിലയിരുത്തി കഴിഞ്ഞാൽ, എന്തായാലും വിലയിരുത്താൻ
തക്ക പ്രാപ്തിയുള്ള ആളാണ്. രണ്ടുപേരും രണ്ട് ടൈപ്പിൽ ബെസ്റ്റാണെന്നേ ഉള്ളൂ. മമ്മൂട്ടി ഒരു തരത്തിൽ ബെസ്റ്റാണ്, എല്ലാവരും ഒരു തരത്തിൽ ബെസ്റ്റാണ്, സുരേഷ് ഗോപിയും ബെസ്റ്റാണ്, ബാലേന്ദ്ര മേനോൻ, എല്ലാവരും അവരവരുടെ രീതിയിൽ എല്ലാവരും ബെസ്റ്റാണ്. ബിക്കോസ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ അവർ ബെസ്റ്റാണ്. അതാണല്ലോ ആവശ്യം, ഒരു ഇൻഡിവിജ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആ ഇൻഡിവിജ്വാലിറ്റി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ലെങ്കിലൊക്കെ ഈ പ്രസിഡന്റ് അവാർഡൊക്കെ കിട്ടുന്നത്. അതാണല്ലോ. ഞാൻ ഏതോ ഒരു മാസികയിൽ വായിച്ചു, ഈ അനശ്വരനായ നടൻ ജയൻ്റെ പേര്, ജയൻ എന്നുള്ള പേരിട്ടത് ചേട്ടനാണെന്ന്. എൻ്റെ ശരിക്കുള്ള പേര് ഞാൻ ഇട്ട. അത് ശരി. എൻ്റെ പേര് കൃഷ്ണൻ നായർ. കൃഷ്ണൻ നായർ. വീട്ടിൽ ബേബി എന്ന് വിളിക്കുമായിരുന്നു. ഇയാൾ നേവിയിലായിരുന്നു, ഇവിടെ നേവിയിലായിരുന്നു. എൻ്റെ മകൻ്റെ വലിയ ഫ്രണ്ടാണ്, മൂത്ത മകൻ്റെ. നേവിയിലുള്ള കാലത്ത് അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് കടയിൽ മിക്കവാറും വരും. എൻ്റെ മകൻ്റെ കടയിൽ എപ്പോഴും വരും. പുള്ളിയെ അവർ നേവിക്കാർ വിളിച്ചിരുന്ന ജാവ എന്നായിരുന്നു. ഒരു ജാവ മോട്ടോർ നല്ല ശരീരം. അതെ. പുള്ളിക്ക് സംഗീതത്തിലൊക്കെ വലിയ ഇൻട്രസ്റ്റ്, അഭിനയിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ വന്ന് ശാവമോക്ഷം എന്നൊരു പടം വന്നപ്പോൾ അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, ഇതുപോലൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു, സിനിമ എല്ലാം മദ്രാസിലല്ലേ, നീ മദ്രാസിൽ വാ നോക്കാം. അങ്ങനെയുള്ളപ്പോഴാണ് ശാവമോക്ഷം പടം ഇവിടെ എടുക്കാൻ തീരുമാനിച്ചത്, JC കുറ്റിക്കാട് ഡയറക്ടറായിട്ട്. അപ്പോൾ ഞാൻ JCയോട് പറഞ്ഞു, ഇതിലൊരു ക്യാരക്ടർ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ് ജയനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പേര് ജയൻ എന്ന് ഞാനിട്ടു, കൃഷ്ണൻ നായർ എന്നുള്ള പേരിട്ടില്ല, ജയൻ എന്നുള്ള പേരിലാണ്. അങ്ങനെ ജയനായിട്ട് ഫേമസ് ആയി. അന്ന് 750 രൂപ ശമ്പളമായിരുന്നു പുള്ളിക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നേവിയിൽ പെറ്റി ഓഫീസറായിരുന്നു. അപ്പോൾ കുറേ പടങ്ങളൊക്കെ ആയപ്പോൾ എന്നോട് മദ്രാസിൽ വന്നു, മദ്രാസിൽ വെച്ചു ചോദിച്ചു, ചേട്ടാ ഞാൻ നേവിയിലെ ജോലി രാജിവെക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് ശമ്പളമുണ്ട്? എനിക്ക് 750 രൂപ ശമ്പളമുണ്ട്. ഇപ്പോൾ ഒരു പടത്തിന് എന്ത് കിട്ടുന്നു? ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ ലാഭമല്ലേ, ഉടനെ രാജിവെച്ചോ, സംശയമില്ല. അങ്ങനെ രാജിവെച്ചു. പിന്നെ ഞങ്ങൾ കയറി. പിന്നെ ആ കാലത്തിൽ മരിച്ചുപോയി. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ലല്ലോ. ബട്ട് ഹി വാസ് എ വെരി ഗുഡ് ആക്ടർ, നല്ല ആക്ടറായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ചേട്ടന് എടുത്തു പറയാവുന്ന ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുറേ ഒന്ന് പറയാം. അത് ഞാൻ പറഞ്ഞല്ലോ, സ്നാപയോന് ഏറ്റവും ബെസ്റ്റ് നായകവേഷം ചെയ്തത്. അതെ, സീമന്തപുത്രൻ, ശാപമോക്ഷം, കാട്ടുകുരങ്ങ്. കാട്ടുകുരങ്ങിലാണ് ഒരു പാട്ട് നാദബ്രഹ്മ, ദാസുപാടി പാട്ട്. അതൊക്കെ എനിക്ക് അവിടെ. പിന്നെ പുതിയതിലേക്ക് വന്നാൽ, പുതിയ സിനിമകളിലേക്ക് വന്നാൽ പിന്നെ കുടവടയിൽ തിരക്കില്ല, അതൊക്കെ നല്ല ക്യാരക്ടറാണ്. അത് നിൽക്കുന്ന ക്യാരക്ടറായിരുന്നു അതൊക്കെ. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് പറയാനാ, ഞാനാണ് അതിൻ്റെ ആളെ. പുള്ളിയുടെ ഡയറക്ഷനിൽ വരുമ്പം മോശം വരികയല്ല, അങ്ങനെയാണ് അതിൻ്റെ രീതി. അതാണ്. പിന്നെ ലേലം പത്രത്തിൽ നല്ലൊരു ഗംഭീര വേഷമായിരുന്നു. നല്ല വേഷം. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇതാണ്, മദർ തെരേസ. ഒരു ബിഷപ്പിൻ്റെ ക്യാരക്ടർ ചെയ്തു. ഓഹോ. കൽക്കട്ട ബിഷപ്പ്. അത് മദറിൻ്റെ അനന്തരാവകാശിയെ പ്രഖ്യാപിക്കുന്നു. അതിന് റോമിൽ നിന്ന് അനുവാദം കിട്ടി. ഒരു സിസ്റ്റർ അത് മദറിനെ അറിയിക്കുകയാണ്. അതിന് റോമിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടുണ്ട്. അതൊന്ന്. പിന്നെ മദർ വയ്ക്കൊന്ന് വീണ്ടും കാലും പ്ലാസ്റ്റർ ചെയ്ത് കിടക്കും. അപ്പോൾ ബിഷപ്പ് കാണാൻ ചെല്ലുന്നത്. ഇങ്ങനെ കുറേ 2-3 സീനൊക്കെ ഉള്ളൂ. അവരിപ്പോൾ കൽക്കട്ടയ്ക്ക് പോയിരിക്കുക. വേറെ കുറേ സീൻ തീർന്നിട്ടില്ല, മിക്കവാറും ആയി. ചേട്ടൻ പിന്നെ സീരിയലിൽ അഭിനയം തുടങ്ങിയത് എപ്പോഴാണ്? ഇവിടെ ടിപ്പറ്റിയ കാരണം അതിൽ മിഖായൽ സന്തതികൾ. അതിൽ ജൂഡൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓഹോ. അപ്പം മകനോട് ആദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ സുഖമില്ലാക്കി ഇരിക്കുക, കാല ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ, താടിയൊക്കെ. അല്ലാതെ താടി വളർത്തിയില്ല. അതുപോലെ അഭിനയിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ എന്ത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നു. ഇങ്ങനെ ഒരു സ്കൂൾ ഡ്രാമയോ അങ്ങനെ വല്ലതും പുള്ളി നേരത്തെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി അറിയാൻ മേലെ, പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു. ഗോട്ട് സം ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റോറി ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നക്ഷൽ ടോൾ മീ ദി സ്റ്റോറി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ചേട്ടാ 2 കാര്യമുണ്ട്. എന്താണ്? ഒന്ന്, ദാടി വളർത്തണം. ഞാൻ പറഞ്ഞു, അത് ഈസി, വലിയ കാര്യം, ബ്ലേഡ് ലാഭം, സമയം ലാഭം. രണ്ടാമത് ശവപ്പെട്ടി കിടക്കണം. ഞാൻ പറഞ്ഞു, ശവപ്പെട്ടിൽ എന്നാലും കിടക്കണ്ടല്ലേ, ഇനിയിപ്പോൾ കിടന്നതിൻ്റെ കുഴപ്പം. അപ്പോൾ അത് 2 സംഭവിച്ചോടുകൂടി ആ ക്യാരക്ടർ ഏതായാലും അവാർഡും കിട്ടി. അവാർഡ് കിട്ടി. അന്നത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്കായിരുന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡ്. ചേട്ടന് ഈ പഴയ, അതായത് സത്യമാഷും
നസീർ സാറും ഒക്കെ കൂടെ ഉള്ളൊരു ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും മറക്കാനാവാത്തൊരു ഇൻസിഡൻറ്റ് നമുക്ക് വേണ്ടിയെന്ന്? അങ്ങനെ പറയത്തക്കൊന്നും വലിയ കാര്യമായിട്ടില്ല. ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻറ്റ് പറയാം, വലിയ പ്രാധാന്യമുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, കുരുതിക്കളം എടുക്കുമ്പോൾ അപ്പുറേ ദിലീപ് കുമാർ, പ്രാൻ അവരൊക്കെ പടം നടക്കുന്നുണ്ട്. ഹിന്ദി ഫിലിം അന്ന് മദ്രാസിൽ ഹിന്ദി സിനിമ ധാരാളം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എല്ലാവരും മേക്കപ്പ് റെഡി ആയിരിക്കണം, ഓരോരുത്തർ ഷോട്ടിൽ വിളിക്കുന്നു, പോകുന്നു. 5 മണി 5 മണിയായപ്പം ടിഫിൻ ബ്രേക്കിന് സമയമായി. അപ്പോൾ ഡയറക്ടർക്ക് ഒരു മടി പുറത്തോട്ട് വന്ന് സത്യമാഷെ ഫേസ് ചെയ്യാൻ. കാരണം അതുവരെ രാവിലെ 9 മണി മുതൽ 5 മണി വരെ സത്യമാഷക്ക് ഷോട്ട് വന്നില്ല. അപ്പം അങ്ങനെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെളി വന്ന് ചോദിച്ചു, മാഷേ ഡയറക്ടർക്ക് നിങ്ങളെ കാണാൻ ഒരു മടി. എന്താപ്പാ? ഇതാ കാര്യം. അത് ഞാൻ ശരിയാക്കാം. പുള്ളിയെ വിളിപ്പിച്ചു. അപ്പോഴേ ഐ ആം പെയ്ഡ് ഫോർ ദിസ്, ഐ ആം പെയ്ഡ് ടു വെയിറ്റ് ആൻഡ് ഐ വിൽ വെയിറ്റ്. വെനെവർ ഷോർട്ട് കംസ് ഫോർ മീ ജസ്റ്റ് കോൾ മീ, ഐ വിൽ കം. അത് നിങ്ങൾക്ക് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര ഒരു മഹാനുഭാവനായിരുന്നു സത്യം. ഭയങ്കര നല്ല ഇൻസിഡൻ്റ് അല്ലേ? അങ്ങനെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ പറ്റി വിഷമിക്കണ്ട, എനിക്കതിന് പൈസ കിട്ടുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദീസ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നെ ഷോട്ട് വന്നില്ല, നിങ്ങളെന്നെ വിളിച്ചില്ല. ഷോട്ട് വരും വിളിച്ചോ, ഞാൻ വന്നേക്കാമെന്നേ. അത്രയല്ലേ ഉള്ള കാര്യം. ആ ടിഫിൻ കൊണ്ടുപോകാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിയും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? എന്ത് ചോദ്യം! ദേവന്മാർ മുതൽ മനുഷ്യന്മാർ മുതൽ രാജാവ് മുതൽ ആൻറ്റി മുതൽ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പോലീസ് ഓഫീസർ, ഭിക്ഷക്കാരന്, ഞാൻ പറഞ്ഞില്ലേ ഇനി ചെയ്യാത്ത ക്യാരക്ടറില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിനും ശരീരത്തിൻ്റെ രീതിക്കും അനുസരിച്ചുള്ള എന്തെങ്കിലും കഥാപാത്രം കിട്ടിയാൽ അഭിനയിക്കുന്നത്. പക്ഷേ ഈ കാലിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ പഴയ വില്ലനെ ഇന്നും ചെയ്യാൻ തയ്യാറാണ്. ഒരു കൈ നോക്കാം, ഒരു കൈ അല്ല 2 കൈ വരെ നോക്കാം. മനസ്സിന് വയസ്സാകുകയില്ല, അതേ ഉള്ളൂ. പിന്നെ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എമ്മിൽ ആക്റ്റീവായിട്ട് ജീവിക്കുക, ബോറടിച്ച സമയം കളയണ്ട. അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ എപ്പോഴും ആക്റ്റീവായിരിക്കാൻ ജഗദീശൻ അനുഗ്രഹിക്കും. അത്രേ ഉള്ളൂ. ഞങ്ങളും പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കാം. ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു. നിങ്ങൾക്ക് വേണ്ടിയെന്നല്ലോ, ഇപ്പൊ കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി. അതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടി. കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപക്ഷെ അവർ കേൾക്കാനും അറിയാനും ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതല്ലേ, അത് അവർക്ക് വേണ്ടി പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൻ്റെയും ജോലിയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അത് വലിയ താങ്ക്സ് ഒന്നും വേണ്ട, അതിന് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഇനി എപ്പോഴേലും കാണാം. കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.